Hello, Assalamu alaikum. Welcome back. Happy Teachers Day to all teachers. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. സ്കൂൾ തുറന്നു, അപ്പോൾ സ്കൂളിലുള്ള ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. പിന്നെ ഈ വീഡിയോയിൽ ഞാനൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മീൻകറിയുടെ റെസിപ്പി ഉണ്ട്. ലഞ്ച് ബോക്സ് റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ഷോർട്സ് വീഡിയോ ആയിട്ട് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്നാൽ മാത്രമാണ് നമ്മുടെ ചാനലിൽ ഒരു ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് വേഗം വീഡിയോ കണ്ടാലോ. സമയം ഇപ്പോൾ ഏകദേശം 4:45 ഇഷുവിന് കൊണ്ടുപോകാനുള്ള സ്നാക്സ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ദോശമാവ് അരച്ച് വെച്ചിരുന്നു. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിലേക്ക് ബീട്രൂട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചത് മിക്സ് ചെയ്തിട്ട് ദോശയുടെ പാൻ വെച്ചിട്ട് കുഞ്ഞു ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ്. ലാസ്റ്റായിട്ട് അതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടി തടവി കൊടുക്കുക. അപ്പോൾ ഇന്ന് സ്നാക്ക് ബോക്സിൽ ഞാൻ അതും ഓറഞ്ചും കുക്കുംബറുമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ആ സെയിം സാധനം തന്നെ കുറച്ച് ഹണി ഒഴിച്ചിട്ട് അതാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. ഇനി നിസ്കാരം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേഗം ഒരു 6:15 ആകുമ്പോഴത്തേനും ഇറങ്ങണം. ഇന്നൊരു 5 മിനിറ്റ് നേരത്തെ ഇറങ്ങിയത്. അപ്പോൾ ഇഷു വേദുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളുടെ തൊട്ട് താഴെയുള്ള കടയാണ്, ബഹറൽ കോർണിഷ് എന്നാണ് കടയുടെ പേര്. ഇവിടെ ഇപ്പോൾ പുതിയ ഓണം കളക്ഷൻ കുർത്തീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തതാണ്. ഇവിടെ എല്ലാ സൈസിലുള്ള കുർത്തകൾ അവൈലബിൾ ആണ്. ഇഷുവിനെ ബസ് കയറ്റി വിട്ടാൽ പിന്നെ ഞാൻ നേരെ നടക്കാൻ പോവും. ഒന്നുകിൽ ഷാർജ വാളിൻ്റെ അവിടെ, അല്ലാന്നുണ്ടെങ്കിൽ ഷാർജ കോർണിഷിൻ്റെ അവിടെയാണ് നടക്കാൻ പോവാറ്. ഒരു അരമണിക്കൂറൊന്ന് നടന്നിട്ട് തിരിച്ചു വരും. ഞാനിപ്പോൾ അടുത്ത MI ഫിറ്റ്നസ് ബാൻഡ് വാങ്ങിച്ചിരുന്നു. അതുള്ള കാരണം നല്ല എളുപ്പമാണ്. സ്റ്റെപ്സ്, ഡിസ്റ്റൻസ്, പിന്നെ അതുപോലെ തന്നെ കലോറീസ് ഇതൊക്കെ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്യും. നടത്തം കഴിഞ്ഞ് വന്നാൽ പിന്നെ നേരെ ഈ ഡ്രിങ്ക് കുടിക്കും. ഇതൊരു വൈറൽ ഡ്രിങ്കാണ്. വെയിറ്റ് ലോസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് അല്ലെങ്കിൽ ചിയ സീഡ്സും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടത് കുടിച്ചതിന് ശേഷം പിന്നെ ഒരു 1 അവർ കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ. വെറും വയറ്റിലാണ് ഇത് കുടിക്കേണ്ടത്. ഈ ഒരു 1 അവർ ഗ്യാപ്പിലാണ് ഞാൻ കൂടുതലും എൻ്റെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനിരിക്കാറ്. ആ പരിപാടി കഴിഞ്ഞ് ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും പിന്നെ കുറച്ച് സോർട്ടഡ് വെജീസുമാണ്. ഞാൻ ബ്രിഞ്ചാളും കോസയും കൂടിയിട്ട് ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കഴിക്കുന്നത്. ഉച്ചയ്ക്ക് ഇന്ന് ബീഫ് വരട്ടിയതും നെയ്ച്ചോറുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യാം. ഫുഡൊക്കെ ആക്കി വെച്ചിട്ട് ഞാൻ നേരെ ഇഷുവിനെ വിളിക്കാൻ പോകും. ഇഷു വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറേ ക്ലീനിങ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉറങ്ങാറ്. സ്കൂളിലുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഇഷു സ്കൂളിലിട്ട് വന്ന് ചോറ് കഴിച്ചാൽ പിന്നെ നേരെ അങ്ങനെ കിടന്ന് ഉറങ്ങും. പിന്നെ ഏകദേശം ഒരു 9 മണി 10 മണി ചിലപ്പോൾ അങ്ങനെ ആ ഒരു ടൈമിലൊക്കെ എണീക്കുള്ളൂ. ഞാനും ഇമാതും ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങാറുള്ളൂ. പിന്നെ വൈകുന്നേരം ഒരു 5 മണി 6 മണി ആ ഒരു ടൈം ആകുമ്പോഴത്തേനും എണീക്കും. ഇതിപ്പോൾ ഇനി രാത്രിക്കലേക്ക് ഞാനൊരു മീൻകറി ഉണ്ടാക്കുകയാണ്. ഇന്ന് വൈറ്റ് ട്യൂണ അല്ലെങ്കിൽ കൂബനാണ് കറി വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ചട്ടി വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 4-5 മണി ഉലുവട്ട് പൊട്ടിക്കുക. കുറച്ച് ചുവന്നുള്ളി, ഒരു 5-10 ചുവന്നുള്ളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക്, വേപ്പിൻ്റെ. ഇതിനി ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വരണം. ഫുള്ള് ഗോൾഡൻ കളറാണെന്നില്ല, സൈഡിലൊക്കെ ഒന്ന് ഗോൾഡൻ ഷെയ്ഡായി വരണം. ഒന്ന് നന്നായി സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്തത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ തീയൊന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് വേണം ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇത് ചട്ടിയിലായ കാരണമാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത്. വേറെ വല്ല പാത്രത്തിലാണെങ്കിൽ ഓഫ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. തീ നല്ലോണം കുറച്ച് വെച്ചാൽ മതി. ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂട് തട്ടിയിട്ട് ആ പൊടിയൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ നന്നായി മൂത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം. പിന്നെ ഇതാ ഒരു കുഞ്ഞ് നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. സാധാ വളംപുളിയാണ്. പിന്നെ ഒരു തക്കാളി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി നന്നായി ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കുക.
ചുവന്നുള്ളി ഇടുന്ന സമയത്ത് തന്നെ ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. എന്നാൽ പെട്ടെന്ന് അത് മൊരിഞ്ഞ് കിട്ടും. പിന്നെ ഇതാ തക്കാളിയും പുളിയും കൂടി അരച്ചതും പാകത്തിനുള്ള വെള്ളം കൂടിയിട്ട് ഞാനൊന്ന് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് എണ്ണ തെളിയുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ മീൻകറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മീൻകറി വെള്ളം പോലെ ഇരിക്കില്ല. നല്ല കുറുകി നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. ഇത് ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും പൊറോട്ടയുടെ കൂടെയാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അടുത്തതായിട്ട് ചോറിലേക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ബീൻസും ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീൻസും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ നന്നായി വേവിച്ചെടുക്കുക. ഒരു 3/4 ഭാഗം കുക്കായി വരുമ്പോൾ തേങ്ങ, പച്ചമുളക്, ചുവന്നുള്ളി ഇത് മൂന്നും മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് വേപ്പിനെല്ലാം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വറവ് അല്ലെങ്കിൽ ഉപ്പേരി റെഡിയായി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ഡേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.